പ്രിയരെ, INA ഹീറോ വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദറിനെ 1943 സെപ്റ്റംബർ മാസം 10-ാം തീയതി നോമ്പുകാരനായിരിക്കെ വിശുദ്ധ റമളാനിലെ 7-ാം ദിനത്തിൽ വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിന് മുമ്പേ തൂക്കിക്കൊല്ലുമ്പോൾ അദ്ദേഹത്തോട് ബ്രിട്ടീഷുകാർ ചോദിച്ചു, താങ്കളുടെ അന്ത്യാഭിലാഷം എന്താണെന്ന്. അദ്ദേഹം കൊടുത്ത മറുപടി, ഈ രാജ്യത്തെ നിങ്ങൾ ഹിന്ദുക്കളെന്നും മുസ്ലിങ്ങളെന്നും വേർതിരിച്ച് തമ്മിൽ തല്ലിക്കുന്നു. അതുകൊണ്ട് എൻ്റെ മരണം ഈ രാജ്യത്തിൻ്റെ മതസാഹോദര്യത്തിനുള്ള സന്ദേശം കൂടി ആയിരിക്കണം. എന്നെ തൂക്കിലേറ്റുമ്പോൾ തന്നെ അതേ കഴുമരത്തിലെ അടുത്ത കുടുക്കിൽ എൻ്റെ സഹതടവുകാരനും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയുമായ അനന്തൻ നായരെയും കൂടി ചേർത്ത് വേണം ഞങ്ങളെ തൂക്കിലേറ്റാൻ. നാളെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഞങ്ങളുടെ ഈ ത്യാഗം അനുസ്മരിക്കപ്പെടണം. ഇന്ത്യയുടെ മത സാഹോദര്യത്തിനു വേണ്ടി കൂടിയാണ് ഞങ്ങൾ ജീവത്യാഗം ചെയ്തത് എന്ന് അടുത്ത തലമുറ മനസ്സിലാക്കട്ടെ എന്നതായിരുന്നു വക്കം അബ്ദുൽ ഖാദറിൻ്റെ ധീരമായ അന്ത്യാഭിലാഷം. അപ്രകാരം ഒരേ കഴുമരത്തിലെ മറ്റൊരു കുടുക്കിൽ വക്കം അബ്ദുൽ ഖാദറിനെയും അനന്തൻ നായരെയും ഒരേ സമയം തന്നെ തൂക്കിക്കൊന്നു. വക്കം അബ്ദുൽ ഖാദറിൻ്റെ ചരമദിനത്തെ മത സാഹോദര്യ ദിനമായി ഇന്ത്യയിലെമ്പാടും ആചരിക്കപ്പെടേണ്ടത് ഏറ്റവും നീതിപൂർവകമായ നിലപാടാണ്. ഏറ്റവും കുറഞ്ഞത് കേരളത്തിലെങ്കിലും സെപ്റ്റംബർ മാസം 10-ാം തീയതി മത സാഹോദര്യ ദിനമായി ആചരിക്കേണ്ടത് ഖാദറിന്റെ ജീവത്യാഗത്തോടുള്ള ബഹുമാന്യതയാണ്. ഭരണാധികാരികൾ ഇക്കാര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനമെടുക്കുമെന്നും INA ഹീറോ വക്കം അബ്ദുൽ ഖാദറിനെ തൂക്കിക്കൊന്ന സെപ്റ്റംബർ മാസം 10-ാം തീയതി മതസാഹോദര്യ ദിനമായി കേരളത്തിലെമ്പാടും ആചരിക്കുമെന്നുമുള്ള പ്രത്യാശയോടുകൂടി വക്കം ഖാദറിന്റെ ജീവചരിത്രകാരൻ വക്കം സുകുമാരനുമായുള്ള അഭിമുഖത്തിന്റെ 5-ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും കോറൽ നെറ്റിലേക്ക് സ്വാഗതം. ഇദ്ദേഹത്തെ താനൂര് കടപ്പുറത്ത് സൈതാലിക്കുട്ടിയുടെ കളപ്പുരയിൽ കൊണ്ടുവന്നിരുത്തി, ഗോഡൌണിൽ കൊണ്ടുവന്നിരുത്തി. അതിനുശേഷം ഇദ്ദേഹത്തെ എങ്ങനെയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് കൈകാര്യം ചെയ്തത്? ബ്രിട്ടീഷുകാർ പിന്നീട് അവിടുത്തെ മജിസ്ട്രേറ്റും പട്ടാളത്തിൻ്റെ മേധാവിയും അവരെല്ലാം കൂടിയൊക്കെ വന്ന് അവരെല്ലാം കൂടി ഓരോരുത്തരെ ചോദ്യം ചെയ്തു. ഓരോരുത്തരെ ചോദ്യം ചെയ്യുമ്പോൾ അവരെല്ലാം മാറിയും തിരിഞ്ഞോ കള്ളങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അനന്തൻ നായരെ ചോദ്യം ചെയ്യുമ്പോൾ അനന്തൻ നായർ പറഞ്ഞു, എനിക്ക് എന്നെ ഒറ്റയ്ക്ക് ചോദ്യം ചെയ്യണം, എനിക്ക് പറയാനുള്ളത് ഞാൻ പേപ്പറും പേനയും തന്നെ ഞാൻ എഴുതി തരും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പേനയും പേപ്പറും കൊടുത്തു. അനന്തൻ നായർ അയാൾക്ക് അറിയാവുന്ന ഈ കാര്യങ്ങൾ മുഴുവൻ എഴുതി കൊടുത്തു. ഈ വരുന്ന ഗ്രൂപ്പുകളൊക്കെ എവിടെയാണ് ഇറങ്ങുന്നതെന്നും ആ ഓരോ ഗ്രൂപ്പിലും എത്ര പേരുണ്ടെന്നും ഉള്ള കംപ്ലീറ്റ് വൃത്താന്തങ്ങൾ ഇങ്ങനെ എഴുതി കൊടുത്തു. ഈ അനന്തൻ നായർ എവിടുത്തുകാരനാണ്? തിരുവനന്തപുരത്ത്, തൈക്കാട്. പക്ഷേ അയാളുടെ കുടുംബക്കാർ പോലും ഇപ്പം അയാൾ അവകാശപ്പെടില്ല, കാരണം ഈ ചരിത്രങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ട് അയാൾ ഒരു ചതിയൻ്റെ റോളായിരുന്നു. ആയിരുന്നു. ഇപ്പം ഞാൻ ഒരു ഇടയ്ക്ക് പറഞ്ഞാൽ മാതൃഭൂമിയിൽ ഞാൻ സെപ്റ്റംബർ 10 വീണ്ടും എന്ന് പറഞ്ഞ് മാതൃഭൂമി വാരാന്തപ്പതിപ്പിനക്കാട്ടൊരു ലേഖനം കൊടുത്തു. ആ ലേഖനം അവർ വായിച്ചിട്ട് അനന്തൻ നായരെ കുറിച്ച് കൂടുതൽ വിശദീകരണം വേണമെന്നും പറഞ്ഞ് അതുകൂടെ എഴുതണമെന്നും പറഞ്ഞ് എഴുതി. അപ്പോൾ ഞാൻ അനന്തൻ നായരെ പൂർണ്ണമായ ഒരു ചിത്രം കൊടുത്തിട്ട് ഇത് നിങ്ങൾ പ്രസിദ്ധീകരിക്കുമെങ്കിൽ പ്രസിദ്ധീകരിച്ചോ പറഞ്ഞ് ഇതും അയച്ചു കൊടുത്ത്. അപ്പോൾ 2ാം ആഴ്ച മാറ്ററൊക്കെ മാറ്റി വെച്ചിട്ട് ആദ്യ ആഴ്ച മാറ്റർ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഈ അനന്തൻ നായർ ഇങ്ങനെ വിവരങ്ങൾ കൊടുത്തപ്പം തീർച്ചയായിട്ടും ഈ ഒരു മുന്നേറ്റത്തിനെതിരായിരിക്കുമല്ലോ, ഈ വന്ന ആൾക്കാരുടെ ദൗത്യത്തെ പൊളിക്കുക. അയാളുടെ ദൗത്യം എന്ന് പറയുന്നത് കോടതി പറഞ്ഞു, കൂടെ വന്നവർക്കും കൂട്ടാളികൾക്കും എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള സ്വാർത്ഥത. ആ സ്വാർത്ഥതയാണ് അനന്തൻ നായർക്ക്. അതുകൊണ്ട് അനന്തൻ നായർക്ക് കോടതി കൊടുത്ത ശിക്ഷ കൂടുതലായിരുന്നു. ഇതേ അനന്തൻ നായരാണല്ലോ എൻ്റെ വക്കം ഖാദറിന് അന്ത്യാഭിലാഷം ചോദിച്ചപ്പോൾ എന്നെ അനന്തൻ നായരോടൊപ്പം ഒരേ കയറി തൂക്കണമെന്ന് പറഞ്ഞു. അതങ്ങനെ സംഭവിച്ചായിരുന്നു? ഒരേ കയറി തൂക്കിയായിരുന്നു? അങ്ങനെ ഒരേ കയറല്ല, ഒരുമിച്ച് തൂക്കണം. അതായത് 2 പേരെ ഒരേ സമയം ഒന്നിച്ച് തൂക്കിടാനുള്ള സൗകര്യമാണ് ഉള്ളത്. ഒരു കഴുമരത്തി 2 കയറ്. അപ്പോൾ എന്നോടൊപ്പം ഹിന്ദു മുസ്ലിം മൈത്രിക്ക് എന്നോടൊപ്പം അനന്തൻ നായരും തൂക്കിലിടണമെന്ന് പറയുന്നു. അപ്പം അതിന് 2 വെർഷൻ അതിനകത്തുണ്ട്. തീർച്ചയായും ഉണ്ടാവും. കാരണം ഈ മുന്നേറ്റത്തെ ചതിച്ച ഒരാൾക്ക് ഒരു പ്രതികാരമായിട്ടും അല്ല പിന്നെ ഇങ്ങനെ വ്യാഖ്യാനിക്കാം, ഹിന്ദു മുസ്ലിം ഐക്യം. ആ സമയത്തൊക്കെ എന്തും സംഭവിക്കാം. ഒരുത്തന് തൂക്കിലേറ്റി അടുത്ത സെറ്റ് വരുന്നതിന് ചിലപ്പോൾ 1-2 മണിക്കൂർ എടുക്കും. ഈ മണിക്കൂറിനകം എന്തും നടക്കാം. അങ്ങനെ ഇപ്പോൾ ഒന്ന് യവൻ അക്കൂട്ടത്തിൽ രക്ഷപ്പെട്ടു പോയാല വേണ്ട. ഖാദറിന്റെ ഒരു ദീർഘവീക്ഷണമാണത്. അങ്ങനെ ഒരു വെർഷൻ അതിനകത്തുണ്ട്. 2ാമത്തെ വെർഷൻ എന്ന് പറഞ്ഞാൽ വരുമ്പോൾ ഇയാൾ പിടിക്കപ്പെട്ട
കേസൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അനന്തൻ നായർക്കും രക്ഷയില്ല, രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അനന്തൻ നായർ ഇവരോടൊപ്പം ദേശ സ്നേഹപരമായ നിലപാടങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു റമളാൻ 7 മറ്റോ ആണല്ലോ, റമളാൻ മാസത്തിൽ അദ്ദേഹം വാപ്പാക്കും ഉമ്മാക്കും സഹോദരനൊക്കെ ഒരു ലെറ്റർ എഴുതിയായിട്ട് ബോണിഫസിനും ഒക്കെ എഴുതിയായിട്ട് അതിനെക്കുറിച്ചൊന്ന് പറയാം. തൂക്കിലേറ്റുന്നതിൻ്റെ തലേ ദിവസം രാത്രി, അന്ന് റമദാൻ 7 ആ രാത്രിയാണ് വെള്ളിയാഴ്ച എഴുതുന്നത്. ബോണിഫേസും വക്കം ഖാദറും അടുത്തടുത്ത റൂമുകളിലാണ്. അപ്പോൾ ബോണിഫേസിനുള്ളത് എഴുതി സെല്ലിൻ്റെ അടിയിലൂടെ, ഈ ഇതുകൊണ്ട് ഗ്രില്ലിൻ്റെ അടിയിലൂടെ ബോണിഫേസിനും കൊടുക്കുന്നുണ്ട്. മറ്റൊരു വാപ്പയ്ക്ക് ദീർഘമായി ഒരു കത്ത്, ആ കത്തൊക്കെ വായിച്ചാലുണ്ടല്ലോ നമ്മളിന്ന് വിഷമിച്ചു. ഇപ്പോഴും ആ ഭാഷയും ആ പ്രയോഗം നമ്മളിപ്പോഴും വിഷമിക്കും. മരണം ഇത്രാം തീയതി ഇങ്ങനെ നടക്കുകയാണ്, ഒരു കാരണവശാലും അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കരുത്. എൻ്റെ മരണരംഗം നേരിട്ട് കണ്ടിട്ടുള്ളവർ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞറിയും. ഞാൻ എത്രത്തോളം ധൈര്യത്തോടും സമാധാനത്തോടും കൂടിയാണ് ഞാൻ മരണം വരിച്ചത് എന്നൊക്കെ അവർ പറയും. എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു ദീർഘമായി പിന്നെ ഒരു കാരണവശാലും വിഷമിക്കരുത്. നമ്മുടെ എഴുതിക്കൊണ്ടിരിക്കുന്ന വരിയിൽ ഒരു അത് ബോണിഫേസിനുള്ള എഴുതിക്കൊണ്ടിരിക്കുന്ന 8 ഒരു വരി വിട്ടുപോയി എന്ന് മാത്രമേ നമ്മുടെ മരണത്തെക്കുറിച്ച് കാണാവൂ. എപ്പോഴെങ്കിലും നമ്മളുടെ ലക്ഷ്യം, അതായത് ഈ ഇമ്പീരിയലിസ്റ്റുകളും സ്വാതന്ത്ര്യദാഹികളും നമ്മളും തമ്മിലുള്ള യുദ്ധത്തിൽ അന്തിമ വിജയം നമുക്ക് തന്നെ ഉണ്ടാകും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബോണിഫേസിൻ്റെ കാര്യത്തെങ്കിലും അത് കാണാനിടവാകും. മറ്റൊന്നും ഞാനൊക്കെ പറഞ്ഞിട്ട് ആ ജീവിതത്തിൽ ബന്ധപ്പെടുന്ന ഓരോരോ കൂട്ടുകാരെ, സ്വന്തക്കാരെ ഒക്കെ പേരെടുത്ത് പറഞ്ഞ് ഇന്നാരെ ഞാൻ അന്വേഷിച്ചതായി പറയണം, എന്നാർക്ക് ഇന്നത് ചെയ്യണം, മറ്റതിന്നത് വേണം, അവസായി കാര്യമില്ല. എൻ്റെ മരണഫലമായി നാളെ എന്തെങ്കിലും എനിക്ക് കിട്ടിയാൽ അത് എൻ്റെ അബുസായിക്ക് മാത്രമായി ഞങ്ങളെല്ലാം കൊടുക്കണം. മറ്റത് അബുസായി ആരാണ്? സഹോദരി.